2 മലയാളികൾ ഉൾപ്പെടെ 4 പേർ ഡൽഹിയിൽ അറസ്റ്റിലായി. ലോകത്തെ ഭീഷണിയിലാഴ്ത്തിയ എബോള രോഗം ഇന്ത്യയിൽ ഉടൻ എത്തുമെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് മകനെ അറസ്റ്റ് ചെയ്തത് കണ്ട അമ്മ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. പ്രതിസന്ധികൾ അതിജീവിച്ച് തിരിച്ചുവരുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. രാമക്ഷേത്രം നിർമ്മാണം സംബന്ധിച്ച് RSS പ്രസ്താവനയോട് യോജിക്കുന്നുവെന്ന് അമിത് ഷാ. മീററ്റിലെ ലവ് ജിഹാദ് സംഭവവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ വിട്ടയക്കാൻ പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് BJP അതിവേഗം മുന്നേറുന്നതിന്റെ തെളിവാണ് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരഞ്ഞെടുപ്പ് വിജയമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ. നരേന്ദ്രമോദിയെ നേതാവായി ജനങ്ങൾ അംഗീകരിച്ചതിന് തെളിവാണ് തിരഞ്ഞെടുപ്പ് വിജയം. രാജ്യത്ത് മോദി തരംഗം നിലനിൽക്കുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. ഇരു സംസ്ഥാനങ്ങളിലും BJP സർക്കാർ രൂപീകരിക്കും. പിന്തുണ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് NCPയുമായി ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും അമിത് ഷാ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും കടത്തിയ മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ ശ്രമിച്ച 2 മലയാളികൾ ഡൽഹിയിൽ അറസ്റ്റിലായി. ഇവർക്കൊപ്പം 2 അഫ്ഗാൻ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. വയനാട് വൈത്തിരി സ്വദേശികളായ സൈഫുള്ള, സാജിദ്, അഫ്ഗാൻ സ്വദേശികളായ ഹമീദുള്ള, അബ്ദുറഹ്മാൻ എന്നിവരെയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 890 ഗ്രാം ഹെറോയിനും പിടിച്ചെടുത്തതായി സ്പെഷ്യൽ സെൽ ഡെപ്യൂട്ടി കമ്മീഷണർ രാജീവ് രഞ്ജൻ അറിയിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതുപ്രകാരം ലബ്ജത്ത് നഗർ, കസ്തൂർബ, നിതേക്കിൽ നടത്തിയ പരിശോധനയിലാണ് സൈഫുള്ള, സാജിദ്, ഹമീദുള്ള എന്നിവർ അറസ്റ്റിലായത്. മലയാളികൾക്ക് മയക്കുമരുന്ന് കൈമാറവെയാണ് ഹമീദുള്ള പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഹമീദുള്ളക്കൊപ്പം വന്ന അബ്ദുറഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിൽ വെച്ചാണ് അബ്ദുറഹ്മാനെ പരിചയപ്പെട്ടതെന്ന് ഹമീദുള്ള പോലീസിനോട് പറഞ്ഞു. അബ്ദുറഹ്മാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ തയ്യാറായതെന്നും ഇയാൾ മൊഴി നൽകി. ഈ മാസം 10-നാണ് ഹമീദുള്ള ഇന്ത്യയിൽ വന്നത്. കസ്തൂർബ നിഗോദനിൽ മുറിയെടുത്ത ഇയാൾ ഈ മാസം 12-ന് സൈഫുള്ളക്കും സാജിദിനും മയക്കുമരുന്ന് നിറച്ച കറുത്ത ബാഗ് കൈമാറി. അപ്പോഴാണ് മൂവരും പിടിയിലായത്. വെള്ളിയാഴ്ചയാണ് മയക്കുമരുന്ന് കടത്തിലെ സൂത്രധാരകനായ അബ്ദുറഹ്മാൻ അറസ്റ്റിലായിരുന്നത്. ലോകത്തെ ഭീഷണിയിലാഴ്ത്തിയ എബോള രോഗം ഇന്ത്യയിൽ ഉടൻ എത്തുമെന്ന് റിപ്പോർട്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KMC ന്യൂസിനോടൊപ്പം റഫീഖ് നരിക്കുനി. ലോകത്തെ ഭീഷണിയിലാഴ്ത്തിയ എബോള രോഗം ഇന്ത്യയിൽ ഉടനെത്തുമെന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പ്രൊഫസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ആശിഷ് ജ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. എബോള രോഗം ഇന്ത്യയിൽ എത്താൻ വളരെയധികം സാധ്യതയുണ്ടെന്നും അത് ഈ വർഷം തന്നെ എത്തിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ രോഗമെത്താനുള്ള സാധ്യത വളരെയധികമാണ്. സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഫ്രിക്കയിൽ പടരുന്ന എബോള രോഗം ഈയിടെ അമേരിക്കയിലും 3 പേർക്ക് സ്ഥിരീകരിച്ചിരുന്നു. രോഗികളെ പരിചരിക്കുന്നവർക്കും രോഗം പടരാനുള്ള സാധ്യതയാണ് എബോളയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. റഫീഖ് നരിക്കുനി, KMC ന്യൂസ്. മകനെ അറസ്റ്റ് ചെയ്തത് കണ്ട അമ്മ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. കോഴിക്കോട് പെരുവണ്ണാമൊഴി പട്ടാണിക്കൽ നാരായണിയാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസ് ഇവരുടെ മകനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ തത്സമയം KMICയിൽ നിന്നും. പ്രതിസന്ധികൾ അതിജീവിച്ച് തിരിച്ചുവരുമെന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത. ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ച് മുന്നേറിയിട്ടുമുണ്ട്. ഇപ്പോഴുള്ള പ്രതിസന്ധിയും അതിജീവിക്കുമെന്നും ജയലളിത പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയലളിത സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടി ഇന്നലെയാണ് ചെന്നൈയിലെത്തിയത്. ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിലായിരുന്നു ജയലളിത കഴിഞ്ഞിരുന്നത്. ജയലളിതയ്ക്ക് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് 150-ലധികം പ്രവർത്തകർ മരിച്ചതായാണ് AIADMKയുടെ കണക്ക്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും AIADMK നേതാവുമായ ജയലളിതയെ ജയിലിലായതിൽ സന്തോഷമോ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിൽ ദുഃഖമോ ഉണ്ടായിട്ടില്ലെന്ന്
DMK അധ്യക്ഷൻ M. കരുണാനിധി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത ജയിലിലായതിനു ശേഷമുള്ള കരുണാനിധിയുടെ ആദ്യ പ്രതികരണമാണിത്. ജനതാ പാർട്ടി അധ്യക്ഷനും ഇപ്പോഴത്തെ BJP നേതാവുമായ സുബ്രഹ്മണ്യ സ്വാമി ഹർജി നൽകിയതിനെ തുടർന്നാണ് അന്നത്തെ DMK സർക്കാർ ഇക്കാര്യത്തിൽ കേസെടുത്തത്. DMK സർക്കാരാണ് ജയലളിതയ്ക്കെതിരെ തെറ്റായ കേസെടുത്തതെന്ന വാദത്തെ എതിർത്ത് കരുണാനിധി വ്യക്തമാക്കിയിരുന്നു. മീററ്റിലെ ലവ് ജിഹാദ് സംഭവവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ വിട്ടയക്കാൻ പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി KMIC ന്യൂസിനോടൊപ്പം കരീം ബഹ്റൈൻ. മീററ്റിൽ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കേസിൽ പ്രതി ചേർത്ത് ജയിലിൽ കഴിയുന്നവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് UP മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന് കത്തയച്ചു. ഇക്കാര്യം വെളിപ്പെടുത്തിയ പെൺകുട്ടിക്കു സംരക്ഷണം നൽകണമെന്നും കാരാട്ട് ആവശ്യപ്പെട്ടു. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരുടെ പ്രണയമാണ് UPയിൽ വർഗീയമായി ചിത്രീകരിക്കപ്പെട്ടത്. ഹിന്ദു പെൺകുട്ടിയെ പ്രണയം നടിച്ചു മുസ്ലിം യുവാവും കൂട്ടാളികളും ചേർന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് ഹിന്ദുത്വ സംഘടനകൾ പ്രചരിപ്പിച്ചത്. ഈ വർഗീയ കളിക്കു പെൺകുട്ടിയുടെ കുടുംബത്തിലെ ചിലരും കൂട്ടുനിന്നു. രണ്ടു മതവിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാക്കുകയെന്ന വർഗീയ അജണ്ടയുമായി BJPയും സംഭവത്തിൽ ഇടപെട്ടു. കഴിഞ്ഞ ദിവസം പെൺകുട്ടി മജിസ്ട്രേറ്റിനു മുന്നിൽ മൊഴി നൽകിയതോടെ ഇക്കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തനിക്ക് യുവാവിനെ ഇഷ്ടമായിരുന്നുവെന്നും വിവാഹം ചെയ്യാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നു എന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി. ഹിന്ദുത്വ സംഘടനകളുടെ നിർബന്ധപ്രകാരം സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ കുടുംബത്തിനകത്തുനിന്നു പോലും സമ്മർദ്ദമുണ്ടായെന്നും ഇതേ തുടർന്നാണ് തന്റെ കാമുകനായ കലീമും മറ്റുള്ളവരും ചേർന്ന് കൂട്ടബലാത്സംഗം നടത്തിയെന്ന കേസുണ്ടായതെന്നും പെൺകുട്ടി മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജയിലിലാണ്. നിരപരാധികളാണെന്ന് വെളിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ അടിയന്തരമായി മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സംഭവത്തെ ലവ് ജിഹാദ് എന്ന പേരിൽ വർഗീയ ചേരിതിരിവിന് ശ്രമിച്ചവർക്കെതിരെ നടപടിയും വേണം. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പ്രകാശ് കാരാട്ട് കത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് 2019 വരെ കേന്ദ്ര സർക്കാരിന് സമയമുണ്ടെന്ന RSSന്റെ പ്രസ്താവനയോട് പൂർണ്ണമായും യോജിക്കുന്നതായി BJP പ്രസിഡന്റ് അമിത് ഷാ. അതേസമയം ഇത് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. രാമക്ഷേത്ര നിർമ്മാണം BJP തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നതിനാൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ലെന്നും 2019 വരെ സർക്കാരിന് സമയമുണ്ടെന്നും ജോയിന്റ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ സൊഹബാളെ കഴിഞ്ഞ ദിവസം RSS സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ചുരുങ്ങിയ തുകയ്ക്ക് മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്തു നൽകാമെന്ന വാഗ്ദാനവുമായി ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട ഫ്രീ റീചാർജ് ഓൺലൈൻ എന്ന വ്യാജ വെബ്സൈറ്റിന്റെ തട്ടിപ്പിൽ ചെറുവത്തൂർ സ്വദേശി അടക്കം നിരവധി പേർ കുടുങ്ങി. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ചെറുവത്തൂർ കാർത്തിക ഹൌസിലെ MG രഞ്ജിത്ത് നൽകിയ പരാതിയിൽ നീലേശ്വരം CI U പ്രേമന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വ്യാജ വെബ്സൈറ്റിലെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാൻ 200 രൂപ രഞ്ജിത്ത് അടച്ചിരുന്നു. എന്നാൽ മൊബൈൽ റീചാർജ് ആകാത്തതിനെ തുടർന്ന് വെബ്സൈറ്റിൽ കാണിച്ച 918093590018 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച രഞ്ജിത്ത് കാര്യം പറഞ്ഞപ്പോൾ 200 രൂപ റീഫണ്ട് ചെയ്തു തരാമെന്ന് അറിയിക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ ATM അക്കൗണ്ട് നമ്പറും പിൻ കാർഡും നമ്പറും ആവശ്യപ്പെടുകയും ചെയ്തു. ഈ നമ്പറുകൾ രഞ്ജിത്ത് നൽകിയതോടെ 5 മിനിറ്റിനകം യുവാവിന്റെ മൊബൈൽ ഫോണിലേക്ക് അക്കൗണ്ടിൽ നിന്ന് തുടരെ പണം പിൻവലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മെസ്സേജാണ് വന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് വഴിയാണ് പണം പിൻവലിക്കപ്പെട്ടത്. ഈ സമയത്ത് 90,000 രൂപയാണ് രഞ്ജിത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. 1000, 2000 എന്നിങ്ങനെ തുടങ്ങി പിന്നീട് ഒറ്റയടിക്ക് 37,000 രൂപ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായി സന്ദേശത്തിലൂടെ മനസ്സിലാക്കിയ രഞ്ജിത്ത് പരിഭ്രാന്തിയോടെ ബാങ്കിലേക്ക് ഓടിയെത്തുകയും ബാങ്ക് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അക്കൗണ്ടിലെ ബാക്കി പണം എടുത്ത ശേഷം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയാണുണ്ടായത്. തുടർന്നാണ് രഞ്ജിത്തിന്റെ പരാതിയുമായി പോലീസിൽ ബന്ധപ്പെട്ടത്. CI നടത്തിയ അന്വേഷണത്തിൽ നിരവധി പേർ ഈ രീതിയിൽ തട്ടിപ്പിൽ അകപ്പെട്ടതായി വ്യക്തമായിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് മൊബൈൽ റീചാർജിന്റെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്നും പണം കൊള്ളയടിക്കുന്ന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സൂചനയുണ്ട്. ഈ തട്ടിപ്പിൽപ്പെട്ട് പണം നഷ്ടമായവരിൽ പലരും മാനഹാനി ഭയന്ന് പരാതി നൽകാൻ മടിക്കുകയാണ്. പിഞ്ചു കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ച് 4-ാം ദിവസം മാതാവിനെ അതേ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം തിരൂർ വെങ്ങാലൂർ
എറയപ്പറമ്പിൽ റാഫിയുടെ ഭാര്യ ഷെരീഫയെയാണ് വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 14-നായിരുന്നു ഇവരുടെ മകൻ 1.5 വയസ്സ് പ്രായമായ മുഹമ്മദ് റോഷൻ കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് മരണപ്പെട്ടത്. തുടർന്ന് ഷെരീഫ മാനസികമായി അസ്വസ്ഥയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിക്ക് ശേഷം ഷെരീഫയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു. എല്ലായിടത്തും തിരഞ്ഞ വീട്ടുകാർ കിണറ്റിലും തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഷെരീഫയെ കാണാനില്ലെന്ന പരാതിയുമായി തിരൂർ പോലീസിനെ സമീപിച്ചിരുന്നു. ഇതിനിടെയാണ് ശനിയാഴ്ച വീട്ടിലെ കിണറ്റിൽ ഷെരീഫയുടെ മൃതദേഹം പൊങ്ങിയത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് 16-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയാണെന്ന് റിപ്പോർട്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ബ്ലാക്ക് ഗ്രാൻഡൻ എന്നറിയപ്പെടുന്ന താൻ തന്നെയാണ് PPPയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതെന്ന് വിദ്യാർത്ഥി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. PPP നേതാവ് ബിലിവാൻ ഭൂട്ടോയുടെ കശ്മീരിനെതിരെയുള്ള പ്രസ്താവനയാണ് സൈറ്റ് ഹാക്ക് ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ഹാക്കർ പറഞ്ഞു. വിഡ്ഢികളായ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനയാണ് തന്നെ ഹാക്കിങ്ങിലേക്ക് നയിച്ചത്. ഇത് ഞങ്ങളുടെ ആശയങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള ഉപാധിയാണ്. എന്നാൽ ഇന്ത്യൻ പോലീസ് ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് കരുതുന്നില്ല. കാരണം ഞാനും ഓൺലൈൻ സ്ക്വാഡ് എന്ന തന്റെ ഗ്രൂപ്പും ഇന്ത്യൻ സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നില്ലെന്നും ഹാക്കർ പറഞ്ഞു. സിനിമാ താരം മോഹൻലാലിന്റെയും ഗായകൻ സോനു നിഗമിന്റെയും ഉൾപ്പെടെ നിരപരാധികളായ ഇന്ത്യക്കാരുടെ സൈറ്റുകൾ പാകിസ്ഥാൻ ഹാക്ക് ചെയ്തതിന് പ്രതികാരമാണിതെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സൈറ്റുകൾ ഇനിയും ഹാക്ക് ചെയ്യുമെന്നും ഹാക്കർ വ്യക്തമാക്കി. എന്നാൽ IT നിയമത്തിലെ സെഷൻ 43-ഉം 66-ഉം പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാമെന്ന് സൈബർ നിയമവിദഗ്ധൻ പവർ ഗുഡ്ഡാർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ വഴി മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെതിരെ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അനധികൃതമായി വിൽക്കപ്പെടുന്ന മരുന്നുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് UAE ആരോഗ്യ മന്ത്രാലയം പബ്ലിക് പോളിസി ആൻഡ് ലൈസൻസിംഗ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീൻ ഹുസൈൻ അൽ അമീരി പറഞ്ഞു. UAE-യിൽ നിന്നും ചില പ്രധാന വാർത്തകളുമായി KMIC ന്യൂസിനോടൊപ്പം മേലെപ്പാറ ഇബ്രാഹിം. ആഗോളതലത്തിലെ വികസനത്തോടൊപ്പം UAE എത്തിയതായി UAE ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലൈഫ് ജനറൽ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹിയാൻ പറയുകയുണ്ടായി. ജിടെക്സിലെത്തിയ ഷെയ്ഖ് സൈഫ് ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയായിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ നേതൃപാടവം UAE ഉന്നത സ്ഥാനത്തെത്തിച്ചിട്ടുണ്ട്. UAEയുടെ ഭാവി തലമുറക്കും ഇത് ഉപകാരപ്പെടുന്നതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒറ്റ ദിവസം കൊണ്ട് 3 ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കി ഷാർജയിലെ സുധീഷ് ഗരുവായൂർ പുതിയ നേട്ടം കുറിച്ചു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയുടെ മാതൃകയിൽ ഉപയോഗിച്ച പാൽ ടിന്നുകൾ കൊണ്ടും ഇന്ത്യയുടെയും UAEയുടെയും മാപ്പുകൾ ഗോൾഫ് ബോളുകൾ കൊണ്ട് നിർമ്മിച്ച സുധീഷ് ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുകയുണ്ടായി. ഇന്നലെ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം ഗിന്നസ് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിക്കുകയുണ്ടായി. പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് സേവന നികുതി ഏർപ്പെടുത്തുന്നു. പണം അയക്കുമ്പോൾ എക്സ്ചേഞ്ചുകൾ ഈടാക്കുന്ന കമ്മീഷന് മുകളിലാണ് സേവന നികുതി ഏർപ്പെടുത്തുന്നതിനാൽ പ്രവാസി സമൂഹത്തിന് വലിയ ബാധ്യത വരില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കമ്മീഷനായി ഈടാക്കുന്ന തുകയുടെ 12.36% സേവന നികുതിയായി ഈടാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. UPA സർക്കാരിന്റെ കാലയളവിൽ 2012 ഇത്തരം ഒരു നീക്കം നടന്നിരുന്നുവെങ്കിലും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു പിന്നീട്. വോട്ടവകാശമെന്ന പ്രവാസികളുടെ ദീർഘകാല ആവശ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയത് ശ്ലാഘനീയമാണെന്ന് അബുദാബി ഇന്ത്യൻ ഇന്റർനാഷണൽ കൾച്ചറൽ സെന്റർ ഭാരവാഹികളായ PP അബൂബക്കർ മൗലവിയും ഹമീദ് ഈശ്വരമംഗലവും വ്യക്തമാക്കുകയുണ്ടായി. പ്രതിനിധികളെ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താമെന്നത് വോട്ട് കച്ചവടത്തിനും ദുർഭോഗത്തിനും വഴിവെക്കുന്നതാണെന്നും ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിയന്ത്രിത കാര്യാലയങ്ങളുടെ നിയന്ത്രണത്തിൽ ബൂത്തുകൾ സ്ഥാപിച്ച് തെരഞ്ഞെടുപ്പ് ഗൾഫിൽ തന്നെ നടത്തുന്നതാണ് അനുയോജ്യമെന്നും ഇതിനുവേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച ഡോക്ടർ VP ശംഷീറിനെ അഭിനന്ദിക്കുകയും സർവ്വ പിന്തുണയും നൽകുന്നതായും ഇരുവരും അറിയിക്കുകയുണ്ടായി. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. വ്യാജവിലാസമുണ്ടാക്കി സമൂഹ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ദുബായ് പോലീസിന്റെ താക്കീത്. പ്രശസ്തരായ വ്യക്തികളുടെയോ സാധാരണക്കാരുടെയോ പേരിൽ വ്യാജ വ്യക്തിവിവരമുണ്ടാക്കി ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ടെന്ന് പരാതി ലഭിച്ചാൽ പോലീസ് കേസെടുക്കുമെന്നും മേധാവി മേജർ ജനറൽ ഖമീസ് മദർ അൽ മൂസാനി പറഞ്ഞു.
വ്യാജ പ്രൊഫൈലുള്ളവർ അപമാനിക്കപ്പെടുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും പോലീസിന് പരാതി കിട്ടിയാൽ നിയമ നടപടിയുണ്ടാകും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ 24 മണിക്കൂറും പോലീസ് ജാഗ്രതയിലാണെന്ന് അൽ മുസൈന ഓർമ്മിപ്പിച്ചു. വ്യാജന്റെ വിലാസം, പ്രസിദ്ധപ്പെടുത്തിയ ചിത്രം, വിശദവിവരങ്ങൾ എന്നിവ സൈബർ സെൽ പരിശോധിക്കും. മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സ്വയം സ്വീകരിച്ച പേരിലെ സമാനത മാത്രമല്ല നടപടികൾക്ക് വിധേയമാക്കൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്ററുകളെയും ഫോട്ടോകളെയും സംബന്ധിച്ച ഗുരുതരമായ പരാതികളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇത്തരം പരാതികൾ അന്വേഷിക്കാൻ വിദഗ്ധരടങ്ങിയ സാങ്കേതിക സൈബർ സംവിധാനം പോലീസിനുണ്ട്. ആരാണ് പ്രസിദ്ധപ്പെടുത്തിയതെന്നും ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ എത്തിയതെന്നും കണ്ടെത്താൻ പോലീസിന്റെ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. സ്കൈപ്പ് ആപ്പ് വഴി ബ്ലാക്ക്മെയിൽ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നവർ കൂടുതലും രാജ്യത്തിന് പുറത്തുള്ളവരാണ്. രാജ്യാന്തര സൈബർ സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതെന്ന് ദുബായ് പോലീസ് മേധാവി വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള മലയാളി ഹാജിമാർ നാളെ മുതൽ നാട്ടിലെത്തി തുടങ്ങും. വാർത്തയുടെ വിശദാംശങ്ങളുമായി KMC ന്യൂസിനോടൊപ്പം കരീം ബഹ്റൈൻ. ഹജ്ജ് കർമ്മങ്ങളും മദീന സന്ദർശനവും കഴിഞ്ഞ് മലയാളി തീർത്ഥാടകർ നാളെ നാട്ടിലെത്തി തുടങ്ങും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചുമതലയിൽ മടങ്ങുന്ന ആദ്യ സംഘത്തിൽ 346 പേരാണ് ഉള്ളത്. നാളെ പുലർച്ചെ 2:20 സൗദി വിമാനത്തിലാണ് കരിപ്പൂരിലേക്കുള്ള ആദ്യ സംഘത്തിന്റെ മടക്കം. നവംബർ 3 അവസാന സംഘവും നാട്ടിലെത്തും. ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നവർ ഇശാ നമസ്കാരം കഴിഞ്ഞ് റൗളയിൽ പ്രാർത്ഥന നടത്തിയ ശേഷം മദീനയോട് വിട പറയും. തീർത്ഥാടകരുടെ ലഗേജ് ഇന്നലെ തന്നെ താമസ സ്ഥലത്തു നിന്ന് ശേഖരിച്ചു. 5 ലിറ്റർ വീതം സംസം വെള്ളം കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്നാണ് നൽകുക. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2 തീർത്ഥാടകരുടെ മടക്കയാത്ര മുടങ്ങി. പരിചരിക്കാനായി ഇവരോടൊപ്പം നിൽക്കുന്ന 2 പേരും പിന്നീടായിരിക്കും മടങ്ങുക. മുഹറം 15-നകം വിദേശ തീർത്ഥാടകരെല്ലാം മടങ്ങിപ്പോകണമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം സൗദിയിൽ തങ്ങുന്നവർക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കുന്നതും സഹായിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്കുള്ള അവസാന ഹജ്ജ് വിമാനം നവംബർ 9-നാണ്. ന്യൂസ് ഡെസ്ക് KMC ന്യൂസ്. 200 സ്മാർട്ട് സർവീസുകളുമായി റാസൽ ഖൈമ ഇ ഗവൺമെന്റ് രംഗത്തെത്തി. സർക്കാരിന്റെ ഇ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിന്റെ കീഴിലാണ് ഇവ സജ്ജമാക്കിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KMC ന്യൂസിനോടൊപ്പം റഫീഖ് നരിക്കുനി. റാസൽ ഖൈമ സർക്കാരിന്റെ ഇ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ സജ്ജമാക്കിയ 200 സ്മാർട്ട് സർവീസുകളുമായി റാസൽ ഖൈമ ഇ ഗവൺമെന്റ് രംഗത്ത്. ഓരോ വർഷവും 9.2 ലക്ഷം ആളുകളാണ് ഈ സർവീസുകൾ സന്ദർശിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ രാജ്യത്തുള്ളവരും വിദേശത്തു നിന്നുള്ളവരും ഉൾപ്പെടും. എല്ലാ സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇ ഗവൺമെന്റ് സംവിധാനം എന്നതിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്ന് RAK ഇ ഗവൺമെന്റ് അതോറിറ്റി ജനറൽ മാനേജർ എഞ്ചിനീയർ അഹമ്മദ് ബിൻ സയ്യിദ് അൽ സയ്യാഹ് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രക്രിയകൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് പൂർത്തിയാവുന്നതോടെ ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ളവർക്കും എളുപ്പത്തിൽ റാസൽ ഖൈമ സർക്കാരിന്റെ ഈ സേവനങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിലവിൽ നല്ല പ്രതികരണമാണ് സർക്കാരിന്റെ ഈ സേവനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരുമായി പൊതുജനങ്ങൾക്ക് ഏതു കോണിൽ നിന്നും ബന്ധപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് സ്മാർട്ട് സേവനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഉപഭോക്തൃ സൌഹൃദമായ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അത് ഏറെക്കുറെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. പ്രാദേശികമായും രാജ്യാന്തരവുമായുമുള്ള ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ റാസൽ ഖൈമ സർക്കാരുമായി ബന്ധപ്പെടാൻ ലക്ഷ്യമിട്ടാണ് ഇത്രയുമധികം സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നത്. ഇതിന്റെ എണ്ണം ഭാവിയിൽ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. രാജ്യാന്തര നിലവാരം നിലനിർത്തിയാണ് ഈ സേവനങ്ങൾ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ളവർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവസാനിച്ച ജൈടെക്സ് ടെക്നോളജി വീക്കിൽ റാസൽ ഖൈമയുടെ പവലിയനിൽ ഈ സേവനങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ധാരാളം ആളുകളാണ് ഇവയെക്കുറിച്ച് അറിയാൻ പവലിയനിൽ എത്തിയത്. TheRack.ae പ്ലാറ്റ്ഫോം ഇതുവരെ ഇല്ലാത്തത്രയും ബൃഹത്തായ ഈ സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്വദേശി ഉപഭോക്താക്കൾക്ക് പുറമെ താമസക്കാർ, ബിസിനസ്സുകാർ, നിക്ഷേപകർ, സഞ്ചാരികൾ തുടങ്ങിയവർക്കും ഇവ ഏറെ പ്രയോജനകരമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹികമായ കാര്യങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിന് കീഴിലെ വിവിധ സർവീസുകളിലൂടെ അറിയാൻ സാധിക്കും. RAK ഇ-ഗേറ്റ് സംവിധാനത്തിലൂടെ വിനോദസഞ്ചാരികൾക്ക് മുൻകൂട്ടി സന്ദർശനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ കാലം ഏതാണെന്നും അറിയാൻ കഴിയും. മുൻകൂട്ടി വിസയ്ക്ക് അപേക്ഷിക്കാനും അതോടൊപ്പം എമിറേറ്റിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും അവയുടെ പ്രത്യേകതയും വിശദമായി മനസ്സിലാക്കുവാനും സ്മാർട്ട് സർവീസ് സഹായകരമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KMC ന്യൂസ്.
എബോളയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുമായി സഹകരിക്കാൻ ക്യൂബ തയ്യാറാണെന്ന് മുൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ. അമേരിക്കയോടുള്ള ശത്രുത അവസാനിച്ചതുകൊണ്ടല്ല അവരുമായി സഹകരിക്കുന്നതെന്നും ലോക സമാധാനത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എബോള ബാധിച്ച സ്ഥലങ്ങളിലേക്ക് സ്വന്തം ജീവനെ പോലും അപകടപ്പെടുത്തി കടന്നു ചെല്ലുന്ന മെഡിക്കൽ സംഘങ്ങൾ നിസ്വാർത്ഥ സേവനത്തിന്റെ മഹനീയ മാതൃകയാണെന്ന് കാസ്ട്രോ അഭിപ്രായപ്പെട്ടു. എബോള ബാധിച്ച് 4500-ലേറെ പേർ മരണപ്പെട്ട പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ക്യൂബ മെഡിക്കൽ സംഘത്തെ അയച്ചിരുന്നു. സിയാറ ലിയോണിൽ 165 ക്യൂബൻ ഡോക്ടർമാരും നഴ്സുമാരും ഇപ്പോൾ ഉണ്ട്. ലൈബീരിയയിലേക്കും നിഗിയയിലേക്കും 296 മെഡിക്കൽ പ്രവർത്തകരെ അയക്കും. എബോള ബാധിത മേഖലയിൽ ക്യൂബ നടത്തുന്ന പ്രവർത്തനങ്ങളെ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി അഭിനന്ദിച്ചിരുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ അമേരിക്കയുടെ 100 കണക്കിന് സൈനികരും മെഡിക്കൽ പ്രവർത്തകരും പടിഞ്ഞാറൻ ആഫ്രിക്കയിലുണ്ട്. ഈ മാസം അവസാനം 4000 സൈനികരെ കൂടി അയക്കുമെന്ന് US പറയുന്നു. $75 കോടി ആരോഗ്യ പദ്ധതിയാണ് എബോള വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റ് ബറാക് ഒബാമ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി സംഘടനാ വാർത്തകൾ. വിദ്യാർത്ഥികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് റിസാല സ്റ്റഡി സർക്കിൾ RSA രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവ് 2014 ഭാഗമായി അബുദാബി സോൺ മുസഫയിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവിൽ ഖാലിദിയ സെക്ടർ ജേതാക്കളായി. സോൺ പരിധിയിലെ 9 സെക്ടറുകളിലെ 60ഓളം യൂണിറ്റുകളിൽ നടന്നിരുന്ന 1000ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. സ്റ്റേജിതര വിഭാഗങ്ങളിലായി 45 ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. മുസഫ ഫ്യൂച്ചർ സ്കൂളിൽ നടന്ന കലാപരിപാടിയുടെ ഉദ്ഘാടനം സോൺ പ്രസിഡന്റ് സമദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ എഞ്ചിനീയർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം 8 മണിക്ക് സ്വാഗത സംഘം പ്രോഗ്രാം ചെയർമാൻ ഹമീദ് സഅദി ഈശ്വരമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം സെക്രട്ടറി മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു. VP അബൂബക്കർ മൗലവി, കൗസർ സഖാഫി, ഹമീദ് ഈശ്വരമംഗലം, കാസിം പുറത്തിൽ, മജീദ് ഹാജി, ഷാജഹാൻ ഒയാസിസ്, ഉസ്മാൻ സഖാഫി എന്നിവർ സംസാരിച്ചു. എട്ടിക്കുളം താജുൽ ഉലമ മക്കാം പരിസരത്ത് ആരംഭിക്കുന്ന താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ലോഗോ പ്രകാശനം പ്രസിഡന്റ് സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. സയ്യിദ് ഹാമിദ് ഇംബിജ് കോയത്തങ്ങൾ അൽ ബുഖാരി, സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ അൽ ബുഖാരി ഖുറാം, C മുഹമ്മദ് ഫൈസി പള്ളങ്കോട്, അബ്ദുൽ ഖാദർ മദനി, യൂസുഫ് ഹാജി പെരുമ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. മണരാരുണ്യത്തിലെ മലയാളികൾക്ക് സർഗവസന്തത്തിന്റെ വിസ്മയങ്ങൾ തീർത്ത് റിസാല സ്റ്റഡി സർക്കിൾ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. അൽഹസ സോൺ സാഹിത്യോത്സവ് ഒക്ടോബർ 24 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ അൽ മസ്റൂഇയ ഇസ്തിറാഹയിൽ വെച്ച് നടക്കുമെന്ന് ചെയർമാൻ തഖിയുദ്ദീൻ മദനി തിരുവനന്തപുരം അറിയിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ ദുബായ് സോൺ 6ാമത് എഡിഷൻ സാഹിത്യോത്സവിൽ ദേര സെക്ടറിന് വീണ്ടും കലാകിരീടം. ധാർമ്മികതയുടെ കയ്യൊപ്പം തനത് കലയുടെ പുത്തൻ ആവിഷ്കരണങ്ങളുമായി സർഗകലകളും വരകളും അക്ഷരരചനകളും മാത്സര്യപൂർവ്വം ആസ്വാദനത്തിന്റെ അരങ്ങൊരുക്കിയ സാഹിത്യോത്സവിൽ 226 പോയിന്റ് നേടിയാണ് ദേര സെക്ടർ 1ാം സ്ഥാനത്തെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് BJP അതിവേഗം അടുക്കുന്നുവെന്ന് അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു. മയക്കുമരുന്ന് കടത്ത് കേസിൽ 2 മലയാളികൾ ഉൾപ്പെടെ 4 പേർ ഡൽഹിയിൽ അറസ്റ്റിലായി. ലോകത്തെ ഭീഷണിയിലാഴ്ത്തിയ എബോള വൈറസ് ഇന്ത്യയിൽ ഉടൻ എത്തുമെന്ന് റിപ്പോർട്ട്. മകനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട അമ്മ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. പ്രതിസന്ധികൾ അതിജീവിച്ച് 10 മടങ്ങോടെ തിരിച്ചുവരുമെന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത. രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച RSSന്റെ നിലപാടിനോട് യോജിക്കുന്നുവെന്ന് അമിത് ഷാ. ഇതോടെ KMIC നൈറ്റ് എഡിഷൻ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി സൗദി സമയം 9 മണിക്ക്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.